ചെറുതതിന്റെ കെണിക്കൂട് വെക്കാന്ന് പറയുന്ന പരിപാടിയാണിത്. ഇതിന്റെ ഒറിജിനൽ കൂട് ഈ മതിലിനുള്ളിലുള്ള ഈ കൂടിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പൈപ്പ് ഇട്ടിട്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയ ഈച്ച വന്നിട്ട് ഇതിൽ വരും. അവർക്ക് പോകാൻ വേറെ വഴിയില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് പുറത്തേക്ക് പോവുക. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ആ റാണിയിലേക്ക് വരും. റാണിയിൽ വന്നിട്ട് ഇതിൽ മുട്ടിടും. ഇതിലിട്ടിട്ടാണെങ്കിൽ ഈ സെറ്റ് റെഡിയായി. കണിക്കൂട് എന്ന് അതിന് പറയാം. അപ്പോൾ ഒരു സെറ്റ് ഈച്ചനെ നമുക്ക് ഇതിലേക്ക് ആയി കിട്ടി. അതൊരു ഏകദേശം ഒരു കൊല്ലത്തോണ്ട് വേണം. ചിലപ്പോൾ 6 മാസം കൊണ്ട്, ചിലപ്പോൾ 3 മാസം കൊണ്ട് വരും. അത് റാണി കൊണ്ട് വരണമെന്ന് അറിയണമെങ്കിൽ ഈ മൂടി പൊക്കി നോക്കിയാൽ ഇതിൻ്റെ മുട്ട ഉണ്ടോ നോക്കാം. ഇതിന് മുട്ട ഉണ്ടെങ്കിൽ റാണി ഇതിൽ വന്ന് ആദ്യം തേരം പോകുമ്പോഴേക്ക് ഇത് കൊണ്ടുവെക്കും. പക്ഷേ മുട്ട ഉണ്ടെങ്കിൽ മാത്രമേ റാണി വന്ന് ഉറപ്പിക്കാൻ പറ്റൂ. റാണി വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്നെടുത്ത് മാറ്റാൻ പറ്റും. അത് വെയിലെടുക്കുന്നതിനൊക്കെയാണ്. പൈപ്പ് ചൂടാവണ്ട അവർക്കൊക്കെ ഇരുട്ട് ആവശ്യം. അങ്ങനെയാണ് ഇരുട്ട് കൂടി തന്നെ പോലെ പോരും. ചിലപ്പോൾ അതിൽ എന്ത് ചെയ്യുന്ന പറയാം, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു പൈപ്പ് ഇതിൽ കൂടി തന്നെ ഉണ്ടാക്കിയിട്ട് ഇതിലൊന്ന് പുറത്തേക്കും പോകും. അങ്ങനെ തന്നെ കേട്ടോ. അത് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. പിന്നെ മാറ്റണമെങ്കിൽ ആ പൈപ്പ് നമ്മൾ പൊട്ടിക്കണം. ഓല പൈപ്പ്, ഓല മെഴുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൈപ്പ്. അവക്കതാ നോക്കിയാ, ഇത് കഴിഞ്ഞ ആഴ്ച അതാ ഞാൻ സാധാരണ പൊടി ഇട്ടായിരുന്നേ ഒന്നും ആവില്ല പുറത്തൂടെ. അപ്പോൾ ഒരു ശല്യം ഉണ്ടോ? ഇതൊക്കെ റെഡി ആയ ശേഷം അല്ലെങ്കിൽ മറ്റേ 2-3 ദിവസം ഒരാഴ്ച നമ്മൾ ശ്രദ്ധിക്കണം. അത് മുളകുള്ള ഈച്ചയിൽ വന്നതിന് ശേഷം വെച്ചാൽ മതി. അത് അല്ല, അത് പിന്നെ ആ ബോക്സ് വേറെ തന്നെ ആക്കാം അല്ലേ? അല്ല, ഹണി ചാമ്പർ വെക്കാൻ. ഹണി ചാമ്പർ ഉണ്ടാക്കി വെച്ചാലും മതി. പിന്നെ വെച്ചാൽ മതി. അത് അല്ല, അപ്പോൾ തുളയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട്. ഇതൊന്ന് തുറന്നൊക്കെ വരി. ഓ കേട്ടോ, ഞാൻ വെക്കും. ഇത് മാത്രമോടെ ഒരു ഉണ്ടാക്കിയിട്ടേ, ബാക്കി ഇതിൻ്റെ അകത്തുള്ള സാധനമൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് വാരിട്ടേ. റാണി വന്നിട്ടില്ല. റാണിയൊക്കെ വരാനാകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത്തോണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ വെച്ച് ഞാൻ കൊടുത്ത് ബാക്കിയുള്ളൊക്കെ ഇതിൻ്റെ അകത്ത് വാരിട്ട് ഇനിയിപ്പോൾ ഒരു സെറ്റായിക്കോട്ടെ അരച്ചിട്ട്. ഇനിയിപ്പോൾ എന്താ അതിൻ്റെ ഗതിന്ന് അറിയില്ല. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ പേപ്പർ വെച്ചുള്ള ഗുണം ഈച്ചക്ക് ഒരു ശല്യമില്ല, നമ്മൾക്കുള്ള വരില്ല. മറ്റേ നമ്മളെ മേലൊക്കെ കയറി ഈച്ച കുറേ ചട്ടവും കടിച്ചുണ്ടാക്കും. ഇതിപ്പോൾ ഒരു ശല്യവും ഇല്ല. അതെ, ഇതിനകത്ത് നമുക്ക് കാണാം തേമ നിൽക്കുന്നോ, പിന്നെ റാണി ഉണ്ടോ, പിന്നെ ഈച്ച ഉണ്ടോ, മുട്ട ഉണ്ടോ, പൂമ്പൊടി ഉണ്ടോ എന്നൊക്കെ നമുക്ക് കാണാം. ഇത് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പരീക്ഷണ സമയത്ത് അതിൻ്റെ പൈപ്പ് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ വരിക. ചിലപ്പോൾ ഇവിടെ ആ പൈപ്പ് ഇവിടെ തട്ടുള്ളൂ. മറ്റൊക്കെ ഐറ്റം ഉണ്ടാക്കിയതാണ്. മാതൃകോളിനെ കേട്ടില്ലോ കുറച്ച് താഴോട്ട് അര ഫൂട്ട് ഉണ്ടെങ്കിൽ താഴാണ് പിന്നെ മറ്റേ കണിക്കൂടി വെക്കേണ്ടത്. അതിൽ വന്നിട്ട് വീണ് കിട്ടണം. പിന്നെ അതിൽ വെക്കുമ്പോൾ ശരിക്ക് ആ പൈപ്പ് ഇങ്ങനെ തട്ടിക്കരുത്, ഇവിടെ ഇങ്ങനെ തട്ടിക്കരുത്, കുറച്ച് മേലോട്ട് കയറ്റിയിടണം. ഈച്ച വന്നിട്ട് ഇതിലേക്ക് വീഴണം. കുറച്ച് കയറ്റി വെച്ചാൽ റാണി വന്നിട്ട് ഇതിൽ വീണാൽ തിരിച്ച് അങ്ങോട്ട് പോകില്ല. ചിലപ്പോൾ ചില വീടിൻ്റെ തറമേൽ ചുമർമേലൊക്കെ ഉണ്ടാവും ചെറിയ തുളകൾ. ആ തുള നമ്മൾ മറ്റേ ആ തിരുപ്പം വെച്ചിട്ട് തുറന്ന് വലുതാക്കിയിട്ട് ഓസ് കോളർ, ഒരു 1 ഇഞ്ചിൻ്റെ ഓസിൻ്റെ കണക്ടറല്ലേ, അതിൽ കയറ്റി കൊടുക്കും. അതുമ്പോൾ ഓസിട്ടിട്ട് നമ്മൾ പെട്ടിയിൽ കൊടുക്കും. ആ പെട്ടിയിൽ നിന്ന് ഈച്ച പുറത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ റാണിയിലേക്ക് വന്നാൽ ഇതൊരു പെട്ടിയായി. മറ്റേ നമുക്ക് പൊളിക്കേണ്ടി വരില്ല തറ. അത് പൊളിച്ചിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ അതിലുള്ള മുട്ട വിരിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ആയി വരും. ഇതിൻ്റെ മുകളിൽ തുണിയോ പേപ്പറോ തൊട്ട് കൊടുക്കണം കേട്ടോ. ഈ കെണിക്കൂടി വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം, പിന്നെ അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറും പെട്ടിയിലേക്ക്. എന്നിട്ട് അവർ തന്നെ അതിൽ കൂടി തന്നെ ഒരു പൈപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ പുറത്തേക്ക് അങ്ങ് പോകും. അപ്പോൾ എന്താവും, ഈച്ച ഇതിലേക്ക് വന്ന് വീണ് കിട്ടില്ല. അതിന് ഈ പൈപ്പ്, ഈ തുള ഏകദേശം സെൻറ്ററിലൊക്കെ മുകളിലൊക്കെ അയക്കണം. പിന്നെ എന്നിട്ട് പൈപ്പ് കുറച്ച് കയറ്റിയിടണം ഉള്ളിലോട്ട്. അവിടെ വന്നിട്ട് വീഴണം. ഈച്ച ഇതിൽ വന്ന് വീണിട്ട് അതിലെ പോകണമായിക്കണം. അങ്ങനെ നമ്മൾ റാണിങ് പോരും. അവർ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെ വന്നിട്ട് പിന്നെ പറന്ന് കയറണമല്ലോ. അതിനെ അവർ കഴിയാഞ്ഞിട്ടാണ് അവർ പൈപ്പ് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. പൈപ്പ് ഉണ്ടാക്കിയിട്ട് അതിലെ പുറത്തേക്ക് പോയി.